ഹർഷാദ് മെഹ്ത, ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഇത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ പലരും വിചാരിച്ചിട്ടുള്ളത് ഇതൊരു ഫിക്ഷൻ ക്യാരക്ടറാണ് എന്നാണ്. എന്നാൽ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്യാരക്ടറല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹർഷാദ് ശാന്തിലാൽ മെഹ്ത. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഷെയറുകൾ കൊണ്ട് അമ്മാനമാടിയിരുന്ന, ഷെയറുകളുടെ വാല്യൂ അല്ലെങ്കിൽ ഷെയറുകളുടെ വില നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അമിതാഭ് ബച്ചൻ എന്നെല്ലാം വിളിച്ചിരുന്ന ആളുകളും ഒട്ടനവധി പേരാണ്. കാരണം അത്രമാത്രം ഗ്ലാമർ പരിപാടിയായിരുന്നു അദ്ദേഹം ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാടധികം പ്രോഫിറ്റുകൾ കൊയ്തിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബിഗ് ബുൾ എന്നുള്ള ഒരു പേരും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തിയുടെ ഉദയവും ഉയർച്ചയും അസ്തമയവും എല്ലാമാണ്, അല്ലെങ്കിൽ പതനവും എല്ലാമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബിഗ് ബുൾ, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അമിതാഭ് ബച്ചൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഹർഷാദ് ശാന്തിലാൽ മെഹ്ത. ഇദ്ദേഹം 1954 സൗരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്തിലെ പനേലി മോട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു കുടുംബമായിരുന്നു. വലിയ രീതിയിലുള്ള പണമൊന്നും ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ടെക്സ്റ്റൈൽസ് ബിസിനസ്സുകാരനായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരനൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരൻ. വളരെ ചെറിയ പ്രായത്തിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകണമെന്നായിരുന്നു ഹർഷാദ് മെഹ്തയുടെ ആഗ്രഹം. എന്നാൽ വളർന്നു വലുതായപ്പോൾ ആ ഒരു ആഗ്രഹം അദ്ദേഹം മാറ്റിവെക്കുകയും ജീവിക്കാൻ വേണ്ടിയിട്ട് പല ജോലികൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ ജൻദ പബ്ലിക് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ശേഷം 1984 കാലഘട്ടമൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഡിഗ്രി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബോംബെയിലേക്ക് താമസം മാറുകയാണ്. അദ്ദേഹം മാത്രമാണ്, കുടുംബമില്ല, അദ്ദേഹം മാത്രം ബോംബെയിലേക്ക് താമസം മാറുകയാണ്. അങ്ങനെ ബോംബെയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. ബികോമിലായിരുന്നു അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ടായിരുന്നത്. ശേഷം ബോംബെയിൽ തന്നെയുള്ള ഒരു സിമൻറ്റ് കമ്പനിയിൽ ജോലിക്കും ഇദ്ദേഹം പ്രവേശിക്കുകയാണ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂ അഷ്യൂറൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത്യാവശ്യം സാലറിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഈ ഒരു കമ്പനിയിൽ നിന്ന്, അതായത് സിമൻറ്റ് കമ്പനിയിൽ നിന്നും അഷ്യൂറൻസ് കമ്പനിയിലേക്ക് ഒരു ജോലി മാറ്റം വരുത്തുകയാണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് കൂടുതലും അറിയാനായിട്ട് ഇടയാവുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി അത്യാവശ്യം സാലറി ഉണ്ടായിരുന്ന അഷ്യൂറൻസ് കമ്പനിയിൽ നിന്നും ആ ഒരു ജോലി രാജിവെക്കുകയും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കർ കമ്പനിയിൽ വളരെ തുച്ഛമായൊരു സാലറിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം. ആ ഒരു സാലറിക്ക് വേണ്ടിയല്ല, മറിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റി വ്യക്തമായി ഒരു ധാരണയുണ്ടാക്കാൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റി പഠിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ ഒരു ബ്രോക്കർ കമ്പനിയിൽ ജോലി ചെയ്യുകയും പതിയെ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഗ്രോമോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് എന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കർ കമ്പനി ഇദ്ദേഹം ആരംഭിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും ആരംഭം. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനി തുടങ്ങിയതിന് ശേഷം ഇദ്ദേഹം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അത്യാവശ്യം പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ വാങ്ങുന്ന ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വില എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ, നല്ലൊരു വിലയിലേക്ക് ആ ഒരു ഞാൻ വാങ്ങുന്ന ഷെയറിൻ്റെ വാല്യൂ എത്തിച്ച് അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ എന്ന്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടൊരു ഐഡിയയും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയൊരു വിലയുള്ള ഷെയർ തിരഞ്ഞെടുക്കും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ 10 രൂപയുടെ ഒരു ഷെയറാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 10 രൂപയുടെ ഷെയർ ബൾക്കായി അങ്ങ് ഇദ്ദേഹം വാങ്ങും.
അങ്ങനെ ബൾക്കായി വാങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഷെയറിൻ്റെ വില വർദ്ധിക്കും. 10 എന്നുള്ളത് അതിന് മുകളിലേക്ക് വർദ്ധിക്കും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് പുറത്ത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏത് ഷെയറിൻ്റെ വിലയാണ് കൂടുന്നത് കുറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ചെറിയ വാല്യൂ ഉണ്ടായിരുന്ന ആ ഒരു ഷെയറിൻ്റെ വില പതിയെ പതിയെ കൂടുന്നത് കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഈ ഷെയർ അങ്ങ് വാങ്ങും. ഓക്കെ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഷെയറിലേക്ക് എത്തും, ഈ ഷെയർ വാങ്ങും. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു അർഷാദ് മെഹ്ത്ത ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഒരാൾ തന്നെയാണ് ഇത്രയും ഷെയർ വാങ്ങിയിട്ടുള്ളത് എന്ന്. അവർ നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ പയ്യെ പയ്യെ കൂടുന്നുണ്ട്, അത്രമാത്രമാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് മറ്റുള്ളവർ കരുതുന്നതും ആ ഷെയർ വാങ്ങുന്നതും. ഓക്കെ, അപ്പോൾ അങ്ങനെ അധികം ആളുകൾ ഇതിലേക്ക് വരികയും ഒരുപാട് ഷെയറുകൾ വാങ്ങുകയും ഈ ഒരു ചെറിയ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ 10 രൂപയുണ്ടായിരുന്ന ഷെയർ ഒരു 100 രൂപയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മെഹ്ത്ത അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ ഷെയറുകളും സെല്ല് ചെയ്യുന്നു. അപ്പോൾ 10 രൂപയുണ്ടായിരുന്ന ഷെയർ 100 രൂപക്ക് വിറ്റു. 90 രൂപ ഒരു ഷെയറിന് മെഹ്ത്തയ്ക്ക് ലാഭമായി നേടാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ 100 രൂപക്കൊന്നും അല്ല ഷെയർ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 100 കോടിക്കോ അല്ലെങ്കിൽ 200 300 കോടിക്കൊക്കെയാണ് ഓരോ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഊഹിച്ച് നോക്കുക എന്തുമാത്രം ലാഭം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന്. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, വലിയൊരു സാമ്പത്തികമുള്ള കുടുംബത്തിലൊന്നും ആയിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ജനനമെന്ന്. പിന്നെ ഈ ഒരു പണം, അതായത് ഷെയർ വാങ്ങാനായിട്ട് ഇപ്പോൾ 100 200 കോടി, ഇത്രയും പണം ഇദ്ദേഹം എങ്ങനെ സ്വരുക്കൂട്ടി, അല്ലെങ്കിൽ എവിടെ നിന്ന് ഇദ്ദേഹത്തിന് ഇത്രയും പണം കിട്ടി? അവിടെയാണ് മറ്റൊരു കഥ ഒളിഞ്ഞു കിടക്കുന്നത്. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പോൾ അവർ ചെയ്തിരുന്നത് എന്താണ്? ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങുക എന്നുള്ളതായിരുന്നു. അതായത് ഗവൺമെൻറ്റിന് പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് ഗവൺമെൻറ് ബോണ്ടുകൾ പുറത്തിറക്കും. ആ ഒരു ബോണ്ടുകൾ ബാങ്കുകൾ വാങ്ങുകയും ബാങ്കുകളിൽ നിന്ന് പണം ഗവൺമെൻറ്റിലേക്ക് അവർ നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ബാങ്കുകളും ഇത്ര ബോണ്ടുകൾ വെച്ച് വാങ്ങിക്കൊള്ളണം എന്നുള്ള നിയമവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കിൻ്റെയും കൈവശം ബോണ്ടുകൾ ഉണ്ടാകും. ഓക്കെ, ഗവൺമെൻറ്റിൽ നിന്ന് മാത്രമല്ല ബോണ്ടുകൾ വാങ്ങാനായിട്ട് സാധിക്കുക, ബാങ്കുകൾക്ക് പരസ്പരം ബോണ്ടുകൾ കൈമാറ്റം ചെയ്യാനും സാധിക്കുമായിരുന്നു. അതായത് എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് എ എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ ബി എന്ന് പറയുന്ന ബാങ്കിന് പണം നൽകി ഷെയറുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾ, ഷെയറുകളല്ല ബോണ്ടുകൾ വാങ്ങാമായിരുന്നു. പക്ഷേ ഈ ബാങ്കുകൾ ഈ ഒരു പരിപാടി ചെയ്തിരുന്നത് നേരിട്ടായിരുന്നില്ല, ഇതിന് ഇടനിലക്കാരായിട്ട് ബ്രോക്കർമാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രോക്കർ എന്നുള്ള, അതായത് ബാങ്കുകൾക്കിടയിലെ ബ്രോക്കർ എന്നുള്ള രീതിയിലേക്ക് അർഷാദ് മെഹ്ത്ത വരികയാണ്. ശേഷം ഇദ്ദേഹം ചെയ്തിരുന്നത് എ എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു ബാങ്ക് ബോണ്ടുകൾ വാങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് ബിയിൽ നിന്നും അപ്പോൾ പണം എയിലേക്ക് എത്തിക്കണം. ഓക്കെ, അത് ബ്രോക്കർ വഴിയാണ് എത്തിക്കുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് പണം അർഷാദ് മെഹ്ത്തയിലേക്ക് എത്തുന്നു. ഇടനിലക്കാരനായി നിൽക്കുന്നത് മെഹ്ത്തയാണ്. അതുകൊണ്ട് തന്നെ ബിയിൽ നിന്ന് പണം അർഷാദ് മെഹ്ത്തയിലേക്ക് എത്തുന്നു. ഈ പണമാണ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഈ പണം ഉപയോഗിച്ച് ലാഭം കൊയ്യുകയും ലാഭം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വെക്കുകയും ബി എന്ന് പറയുന്ന ബാങ്കിൽ നിന്നും വാങ്ങിയ തുക പിന്നീട് ഈ പറയുന്ന എയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഒന്ന് റോള് ചെയ്യുന്നു. ഇതായിരുന്നു ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാൾ ഇതുപോലെ ബാങ്കുകളെ കബളിപ്പിച്ചുകൊണ്ട് റോള് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രോഫിറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നേടിയെടുക്കുകയുണ്ടായി. ഇങ്ങനെ അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് മറ്റൊരു ഐഡിയ കൂടി ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഈ ബാങ്കുകളുടെ റെസിപ്റ്റ് തനിക്ക് തന്നെ ഉണ്ടാക്കിക്കൂടാ എന്ന്. അതായത് ബിയിൽ നിന്നും പണം ഇദ്ദേഹം വാങ്ങുന്നു, ശേഷം അത് എ എന്ന് പറയുന്ന ബാങ്കിലേക്ക് എത്താതെ ഇദ്ദേഹം തന്നെ എ എന്ന് പറയുന്ന ബാങ്കിൻ്റെ റെസിപ്റ്റ് ബിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ബി എന്ന് പറയുന്ന ബാങ്ക് കരുതുന്നത് എന്താണ്? ഇത് എയുടെ റെസിപ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ബോണ്ടിൻ്റെ റെസിപ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. ശേഷം ഈ പണം വെച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന കുറച്ചുകൂടി വലിയ രീതിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഈ ഒരു സെയിം പരിപാടി തന്നെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ഒരുപാടധികം പണം ഇദ്ദേഹം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നങ്ങനെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ സാധാരണക്കാരനിൽ നിന്ന് വലിയൊരു പണക്കാരൻ എന്നുള്ള രീതിയിലേക്ക് ഇദ്ദേഹം മാറുകയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പല സംശയങ്ങളും ഉണ്ടാകും. ഇദ്ദേഹം എങ്ങനെയാണ് ഇത്രയും പണം സമ്പാദിക്കുന്നത് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന്? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സുജിത ദലാൽ എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു അന്വേഷണം നടത്തുകയാണ്. ആ ഒരു അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനെ ഒരു കാര്യം ഇതിനിടയിൽ നടക്കുന്നുണ്ട്, ബാങ്കുകൾക്കിടയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് ഹർഷാദ് മെഹ്തയാണ് എന്ന്. അങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇവർ അന്വേഷിക്കുകയും ബാങ്കുകൾക്ക് ഇൻഫർമേഷൻ നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബാങ്കുകൾ തിരിച്ചറിയുന്നത് തങ്ങൾക്ക് കിട്ടിയ റെസിപ്റ്റുകളെല്ലാം ഫേക്ക് ആയിരുന്നു എന്ന്. അങ്ങനെ 1992 ആകുമ്പോഴേക്ക് 5000 കോടി രൂപയായിരുന്നു ബാങ്കുകളിൽ നിന്ന് ഹർഷാദ് മെഹ്ത തിരിമറി നടത്തിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറം ലോകം അറിഞ്ഞ ആ ഒരു സമയത്ത് തങ്ങളുടെ കയ്യിലുള്ള ഷെയറുകൾ സുരക്ഷിതമല്ല എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുകയാണ്. കാരണം ഹർഷാദ് മെഹ്തയാണ് ഈ പറയുന്ന ഷെയറുകളെല്ലാം വാങ്ങിച്ചത് എന്ന് പൊതുജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ കയ്യിലുള്ള ഷെയറുകൾ വിറ്റഴിക്കാനായിട്ട് ഓരോ ആളുകളും മുന്നോട്ട് വരികയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ബാങ്കുകൾ മെഹ്തയ്ക്ക് നൽകിയ പണം തിരികെ ചോദിക്കുന്നതും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. കാരണം ആ പണമെല്ലാം ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം പിടിക്കപ്പെടുന്ന ആ ഒരു സമയത്ത് ഏകദേശം 5000 കോടിയോളം രൂപയാണ് ഇദ്ദേഹം തിരിമറി നടത്തിയതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ ഇദ്ദേഹം അറസ്റ്റിലാകുന്ന സമയത്ത് 600-ന് മുകളിൽ സിവിൽ കേസുകളും ഏകദേശം 70ഓളം വരുന്ന ക്രിമിനൽ കേസുകളുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത്. CBI ഇദ്ദേഹത്തെ 1992 അറസ്റ്റ് ചെയ്യുകയാണ്. ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ സ്വത്തുകളെല്ലാം കണ്ടുകെട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കുറ്റകൃത്യം, ഈ ഒരു സ്കാം ചെയ്ത ഹർഷാദ് മെഹ്ത എന്ന് പറയുന്ന വ്യക്തിയെ കോടതി ശിക്ഷിക്കുകയാണ്. അങ്ങനെ ജയിലിൽ വെച്ച് 2001 ഡിസംബർ 31 ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണകാരണമായി പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും കോടീശ്വരനായി മാറി, അതായത് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം അദ്ദേഹം വളരുകയും ഒടുവിൽ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഫലമായി ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.